ഇന്നത്തേത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യലിപ്പോൾ ഒത്തിരി കുറവാണ്. എന്നാലും നമ്മൾ ബാക്ക് ടു ട്രാക്ക് വരണമല്ലോ. അപ്പോൾ പിന്നെ ഇന്നൊരു വീഡിയോ ചെയ്തേക്കാന്ന് ഓർത്തു. അങ്ങനെ രാവിലെ ഞാൻ എഴുന്നേറ്റ് വരുന്ന സമയത്തും പുറത്ത് മഴ ചാർന്നുണ്ടായിരുന്നു കേട്ടോ. രാത്രിയൊക്കെ മഴ തന്നെയായിരുന്നു, വിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. അഫിക്ക് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാഴാഴ്ച തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെയാണ് നാട്ടിൽ പോയിട്ട് എനിക്ക് ഒത്തിരി ദിവസമൊന്നും നിൽക്കാൻ പറ്റാതിരുന്നതും. പിന്നെ നമ്മുടെ ആൻറ്റി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വരാതെ. ആൻറ്റി ഒരു കല്യാണം കൂടാൻ പോയേക്കാണ് കോട്ടയത്ത്. ഇനിയിപ്പോൾ തിങ്കളാഴ്ച മുതൽ ആൻറ്റി വരുമായിരിക്കും. എന്തായാലും ഒരു 2-3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് അടുക്കളയിലേക്ക് ഒന്ന് പയ്യെ കയറി തുടങ്ങിയത്. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വരാറില്ല. കാരണം എനിക്ക് ഭയങ്കര വൊമിറ്റിങ്ങും പ്രശ്നങ്ങളുമായിരുന്നു. സ്മെല്ലൊന്നും തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു പ്രഗ്നന്റ് ലേഡിക്ക് വേണ്ട എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഈ കഴിഞ്ഞ പ്രഗ്നൻസിയിലും അങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെ. എന്തായാലും ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറി മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 4 മാസമൊക്കെ ആയല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പയ്യെ മാറി വരുന്നുണ്ട്. എങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു വൊമിറ്റിങ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ ഒരു കയ്പ് നീര് ഛർദ്ദിക്കുമല്ലോ, അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോഴും ഉണ്ട്. ഈ പ്രഗ്നൻസിയിൽ എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് നന്നായിട്ട് മനസ്സിലാവും. രാവിലെ എഴുന്നേറ്റിട്ട് ആ കയ്പ് നീരങ്ങ് പോയാൽ മാത്രമാണ് നമ്മുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുള്ളൂ. എന്തെങ്കിലും ഒന്ന് കഴിക്കണമെങ്കിലോ കുടിക്കണമെങ്കിലോ അതങ്ങ് കഴിയണം, എന്നാൽ മാത്രമാണ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തോ നെഞ്ചിലിങ്ങനെ കെട്ടി നിൽക്കണ പോലെ കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 2-3 പ്രാവശ്യത്തെ വൊമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന ക്ഷീണത്തിൽ നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ. കിടപ്പും ക്ഷീണവും കാരണം എനിക്ക് അഫിക്ക് ഈ പ്രാവശ്യം ക്ലാസ് തുടങ്ങിയ പിന്നെ ഒരു പ്രാവശ്യം പോലും ലഞ്ച് ബോക്സ് ഒന്നും സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷത്തെയും അതിന് മുമ്പിലത്തെ വർഷത്തെയൊക്കെ നമ്മുടെ ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ എല്ലപ്പോഴെങ്കിലൊക്കെ ആണെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ. എന്തായാലും ഇപ്പോൾ പയ്യെ കിച്ചണിലൊക്കെ കയറാൻ തുടങ്ങിയതുകൊണ്ട് അവൻ ഇന്ന് ഒരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഭയങ്കര സംഭവമൊന്നുമില്ല, ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഒരു തട്ടിക്കൂട്ട് റൈസ്. എന്തായാലും ഇന്നലെ തന്നെ അവനോട് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, പുതിയ സ്കൂള്, കൂട്ടുകാർ, അതുപോലെ ടീച്ചേഴ്സൊക്കെ ആയിട്ടൊന്ന് ഇണങ്ങി വരുന്നതേ ഉള്ളൂ. സത്യത്തിൽ പഴയ സ്കൂളിലേക്ക് കൊണ്ട് ചേർക്കാവോ എന്നൊക്കെ അവൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. കാരണം അവിടുത്തെ ടീച്ചേഴ്സ്, അവിടുത്തെ കൂട്ടുകാരൊക്കെ ഇപ്പോഴും ആളുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോയിട്ടില്ല. ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഒരു ബോണ്ടിങ് ആയിരുന്നു. പിന്നെ പുതിയ സ്കൂളിലേക്ക് മാറുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിട്ട് ഒന്ന് സെറ്റായി വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. എന്തായാലും കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ എന്തായാലും റൈസിനുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് പീസൊക്കെ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് റൈസും അതുപോലെ ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ്, മുന്തിരിയും പിന്നെ സവോളയൊക്കെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചു. പിന്നെ അതിലേക്ക് തന്നെ നമ്മുടെ മസാലക്കൂട്ടും അതുപോലെ സവോളയും തക്കാളിയും ഒന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതൊന്ന് ഏകദേശം ലെവലായി വന്നപ്പോഴേക്കും അതിലേക്ക് കുറച്ച് മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതും റെഡി ആയപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അങ്ങനെ ഒത്തിരി പീസൊന്നും ഉണ്ടായിരുന്നില്ല. റൈസ് കൂടുതലും ചിക്കൻ പീസ് കുറവുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുത്തു, അതൊന്ന് സെറ്റാക്കി. പിന്നെ നമ്മൾ അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തു. അതിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് പൈനാപ്പിൾ എസൻസും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കുക്കറൊന്ന് അടച്ചു വെച്ചു കേട്ടോ. ഒരൊറ്റ വിസിലടിച്ചാൽ മതി, അപ്പോഴേക്ക് റൈസ് നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ ഞാൻ സത്യത്തിൽ എഴുന്നേറ്റ പിന്നെ ഒന്നും വെള്ളം, സാധാരണ എഴുന്നേൽക്കുമ്പം പെട്ടെന്നൊന്നും കഴിക്കാൻ പറ്റില്ലെങ്കിലും വെള്ളമെങ്കിലും കുടിക്കണതാണ്. പക്ഷേ ഇന്നിപ്പോൾ അതുപോലും കുടിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എംപ്റ്റി സ്റ്റൊമക്കിൽ എനിക്ക് പോയിട്ട് ഷുഗർ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഇന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഷുഗർ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടും വാങ്ങിച്ചുകൊണ്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് 2 മണിക്കൂറിന് ശേഷമാണല്ലോ അടുത്തത് എടുക്കണ്ടേ. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോയിട്ട് എടുത്തിട്ട് പിന്നെ ഡോക്ടറെ കണ്ടിട്ട് വരാമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു സംഭവം പണിപാളി. എന്തായാലും അതുകൊണ്ട് തന്നെ ഞാൻ അല്ലെങ്കിലും എഴുന്നേറ്റ് ഉടനെ ഈ ചായ കുടിക്കലെ പരിപാടിയൊന്നും ഇപ്പം ഇല്ല. ഇപ്പം 3-4 മാസമായി ഞാൻ ചായ കുടിക്കാതെ കേട്ടോ. എനിക്ക് അതിനോടൊരു താല്പര്യവും കാര്യങ്ങളൊന്നും ഇപ്പോഴും വന്നു തുടങ്ങിയിട്ടുമില്ല. എന്തായാലും അത് ഒരു കണക്കിന് നന്നായെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ റൈസ് സെറ്റാവുന്ന സമയം കൊണ്ട് ചെറുതായിട്ടൊരു സാലഡും റെഡിയാക്കി കേട്ടോ. വീണ്ടും ഒരു വൊമിറ്റും കൂടെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ അത്. ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, മഞ്ചിക്കൽ വീട്ടിലുണ്ടായിരുന്ന വാഷിംഗ് മെഷീനാണ്. അത് ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാനിങ്ങ് എടുത്തുകൊണ്ട് വന്നു. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാങ്ക് കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെഷീൻ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കറക്റ്റായിട്ട് വെള്ളം വീഴില്ല. അപ്പോൾ അതുകൊണ്ട് അതവിടെ യൂസ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇങ്ങോട്ട് വന്നപ്പം അതിങ്ങ് എടുത്തിട്ട് വന്നു. പിന്നെ അവിടെ ഉമ്മച്ചിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മെഷീൻ ഉണ്ട്, നമുക്ക് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയത്. അതാണ് ഉമ്മച്ചി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഞാൻ അഫിക്ക് കൊണ്ടുപോകാനുള്ള ചൂടുവെള്ളമൊക്കെ റെഡിയാക്കി ഫ്ലാസ്കിലൊന്ന് ഒഴിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ലഞ്ച് ബോക്സ് തന്നെയാണ്. അത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടി ഒന്ന് കഴുകി തുടച്ച്
എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഷുഗർ ചെക്ക് ചെയ്യാൻ പോകാനുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാകാൻ വേണ്ടിയിട്ട് പോയിട്ടോ. പക്ഷേ അപ്പോഴേക്ക് സമയം നോക്കുമ്പോൾ അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കുട്ടികളൊക്കെ എഴുന്നേറ്റ് വരുന്നല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അത് റെഡി ആകുമ്പോഴത്തേക്കും. പിന്നെ കുക്കർ വിസിലടിച്ചപ്പോൾ ഞാനത് അവിടെ ഓഫാക്കി വെച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. പിന്നെ അഫിക്ക് ലഞ്ച് ബോക്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണമല്ലോ. അതുകൊണ്ട് നമ്മുടെ കുക്കറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ പീസസ് ഒക്കെ കുറവായിരുന്നു. എങ്കിലും ചിക്കൻ കറി ഉള്ളതുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവൻ പറഞ്ഞു അതിൻ്റെ അകത്ത് അതായത് റൈസിനുള്ളിലിട്ട് വേവിച്ച ചിക്കൻ ഉണ്ടല്ലോ ആ പീസ് മാത്രം മതി, കറി വെക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ നിധിക്കുട്ടി അവിടെ വന്നിരുന്ന് എന്നെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അവളത് എഴുന്നേറ്റ് വരുന്ന കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് ബിരിയാണിയാന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സിലേക്ക് അതൊക്കെ ഫില്ല് ചെയ്ത് വെച്ചു കേട്ടോ. പല്ലേക്കണേ കണ്ടടാ എന്റെ പെണ്ണ പല്ലേക്കുന്നുണ്ടടാ. കടിച്ചു പിടിക്ക്. അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സും അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് ബാഗിലാക്കി. പിന്നെ ആ സമയം കൊണ്ട് അഫി പോയി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. പിന്നെ ഡ്രസ്സ് ഇടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കുറച്ച് റൈസ് അവന് വാരി കൊടുത്തു. ഈ വാരി കൊടുക്കലൊന്നും പതിവില്ലാത്തതാണ്. പക്ഷേ രാവിലെ എങ്ങനെ പോയാലും അവനിപ്പം മദ്രസയിലൊക്കെ ഇന്നിപ്പം മദ്രസ ഇല്ലാത്തതുകൊണ്ടാണ്. മദ്രസയിലൊക്കെ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ 8 മണിയാവും വീട്ടിലെത്താൻ. പിന്നെ കുളിക്കലും അതുപോലെ തന്നെ ഡ്രസ്സ് മാറ്റലും അതിൻ്റെ കൂടെ തന്നെ വാരി കഴിക്കാനൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി സമയം പോകും. അതുകൊണ്ട് ഞാൻ രാവിലെ പോകുമ്പോൾ മിക്കപ്പോഴും വാരി കൊടുക്കാറാണ് കേട്ടോ പതിവ്. അങ്ങനെ തേക്കാവനെ യൂണിഫോമൊക്കെ ഇടിപ്പിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവനെ ഇന്നിപ്പോൾ സ്കൂൾ ബസ്സിൽ വിട്ടില്ല. നമ്മളെന്തായാലും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടല്ലോ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോകുമ്പോൾ ആ വഴി ഇറക്കി വിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ അവൻ്റെ സ്കൂളിലെത്തി അവനെ ക്ലാസ്സിലേക്ക് കയറ്റി വിട്ടു. പിന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ബ്ലഡ് എടുത്ത് കൊടുത്തു കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പണി പാളിന്ന്. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് എടുത്ത് കൊടുത്ത് 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ തിരിച്ച് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ 2 മണിക്കൂറിനുള്ളിലാണല്ലോ അടുത്തത് എടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഡോക്ടറെ കാണിക്കുന്ന ആ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുത്തെ ലാബിൽ തന്നെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു ബ്ലഡ് എടുത്ത് കൊടുത്തതിന് ശേഷം വീട്ടിൽ പോയിട്ടാണ് നമ്മൾ ഈ വിളിച്ച് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ തലേദിവസം ഇക്കാനോട് പറഞ്ഞാണ്, തലേദിവസം രാത്രി മുതൽ ഇക്കാനോട് പറഞ്ഞാണ് വിളിച്ച് ബുക്ക് ചെയ്യുന്നു. പക്ഷേ ഞാൻ സത്യത്തിൽ ആ ഒരു കേസ് വിട്ടുപോയിട്ടോ. അങ്ങനെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇക്ക രാവിലെ വിളിക്കുമ്പോൾ ഉണ്ട്, അതായത് ബ്ലഡ് എടുത്ത് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഇക്ക വിളിക്കുമ്പോഴുണ്ട് ഇന്നിപ്പോൾ ഡോക്ടറിൻ്റെ OP 11 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും ആ ഒരു സമയത്തിനുള്ളിൽ എത്താൻ പറ്റില്ല. എത്താൻ പറ്റിയാലും ബ്ലഡ് ടെസ്റ്റിൻ്റെ അതായത് ഫുഡ് കഴിച്ചതിന് ശേഷം 2 മണിക്കൂറിന് ശേഷമാണല്ലോ ബ്ലഡ് കൊടുക്കണ്ടേ, അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പോക്ക് മുടങ്ങി. ഇക്ക അതിനെൻ്റെ കുറേ ചീത്ത പറഞ്ഞു. കാരണം ബസ്സിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നതാണ്, അത് മുടക്കിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് നിന്നതെന്ന് പറഞ്ഞിട്ട്. എൻ്റെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാതിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ശനിയാഴ്ചയാണ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് വീണ്ടും ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീണ്ടും അടുത്ത ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ കൊടുത്തു. അപ്പോൾ ആദ്യത്തെ റിസൾട്ട് കിട്ടി, അത് കുഴപ്പമില്ല, നോർമലാണ്. പിന്നെ ബ്ലഡ് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഷീനുവിൻ്റെ വീട്ടിൽ വന്ന കേട്ടോ. ഈ നമ്മുടെ വീടിൻ്റെ അവിടെ ഫുൾ ഇങ്ങനെ കാർഡായിട്ടുണ്ട്. അപ്പോൾ അത് കൊത്തുന്ന ഒരു മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. വന്നപ്പോൾ തന്നെ മിഠായി കിട്ടിയതുകൊണ്ട് നിധിക്കുട്ടി അമ്മയായിട്ട് നല്ല കൂട്ടായിട്ടോ. മിഠായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മളിത് തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മുടെ അക്സം ബസ് അതേ മുമ്പേ പോകുന്നുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ അതായത് ആ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും പിന്നെ മഴ തുടങ്ങി. പക്ഷേ ആ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് നല്ല ക്ഷീണം ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു സോഡാലയും വാങ്ങിച്ചു തരുമോ അല്ലെങ്കിൽ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് ആക്കി തരുമോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ അവിടുന്ന് നാരങ്ങയും അതുപോലെ തന്നെ സോഡയും വാങ്ങിച്ചു. ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഈ എന്താ പറയുക ഇഞ്ചി
ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് സോഡ ലൈം ആകൂട്ടോ. അത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കയറിയിട്ട് ആ രണ്ടാമത് കൊടുത്ത ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതും നോർമലാണ്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഇതുവരെ ഷുഗർ എന്ന് പറയുന്ന സംഭവമില്ല. എനിക്ക് നിധീനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഷുഗർ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഡയറ്റൊക്കെ ചെയ്ത് കുറയ്ക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ മെറ്റ്ഫോർമിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. ഈ പ്രാവശ്യം ഇതിപ്പം ഷുഗർ ടെസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അതിൽ രണ്ടും ഓക്കെയാണ്. എന്തായാലും അൽഹംദുലില്ലാ രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ തുണി അലക്കൊക്കെ പകുതിയാക്കി ഇട്ടിട്ടാണ് കേട്ടോ പോയത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ മഴ സീസൺ ആയിട്ടുണ്ടെങ്കിൽ കറണ്ട് പോക്ക് ഉള്ളതാണല്ലോ. അപ്പോൾ ഈ കറണ്ട് പോകുന്നുള്ളത് കൊണ്ട് തന്നെ അതായത് പെട്ടെന്ന് നമുക്ക് ഇത് അലക്കി എടുത്ത് വിരിക്കലൊന്നും നടക്കൂല. കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടിട്ട് പകുതിയാക്കി ഇട്ടിട്ടാണ് പോയത് കേട്ടോ. പിന്നെ ബാക്കിയും കൂടെ ഞാൻ വന്നതിന് ശേഷം ഒന്ന് അലക്കി വിരിച്ചു. അതൊന്ന് അലക്കി വിരിച്ചപ്പോഴാണ് കേട്ടോ പകുതി സമാധാനമായത്. കാരണം ഒത്തിരി തുണി ഉണ്ടായിരുന്നു, പിള്ളേർ മാറി മാറി ഇട്ടതും പിന്നെ യൂണിഫോം, അതുപോലെ എൻ്റെ കുറച്ച് ഡ്രസ്സ്, ഇക്കാട് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തുണി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അതിന് മുമ്പ് അലക്കിയത് ഫുള്ളൊന്ന് ഉണങ്ങിയെടുത്ത് വെച്ചത്. കാരണം ഈ ഇടയ്ക്ക് മഴയും വെയിലും എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് തുണി ഉണങ്ങലും നടക്കൂല, ഒന്നും നടക്കില്ല. ഇതിൻ്റെ പുറകെ നിന്നാലാണ്. അല്ലെങ്കിൽ തുണി ഉണക്കൊരു ചില്ലറ കാര്യമല്ലല്ലോ. വെയിലത്തേക്ക് എടുത്തിടലായി, അതുപോലെ മഴ വരുമ്പോഴത്തേക്കും പോയിട്ട് തിരിച്ചെടുക്കലായി, അങ്ങനെ കുറേ പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും തുണി അലകൽ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനമായി. പിന്നെ സുഖം വന്നപ്പോഴേക്കും ഇന്ന് കുറച്ച് കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നതുകൊണ്ട് ആദ്യം നമ്മൾ മറ്റേ ചെണ്ടങ്കപ്പ പുഴുങ്ങാന്നാണ് ഓർത്തത് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട്. പക്ഷേ ചിക്കൻ കറി ഉണ്ടായിരുന്നതുകൊണ്ട് ഇക്കവർ നമുക്ക് എന്തായാലും കുഴച്ച് പുഴുങ്ങാം, കുറേ ആയില്ലേ അങ്ങനെ പുഴുങ്ങിയിട്ടെന്ന് പറഞ്ഞു. പിന്നെ വരുന്ന വഴി നമ്മൾ മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇക്ക പറഞ്ഞു അതിൻ്റെ കാര്യം ഞാൻ നോക്കാം, നീ എന്തായാലും കപ്പയുടെ കാര്യം നോക്കുന്നുണ്ട്. പിന്നെ കപ്പ പൊളിച്ചൊക്കെ തന്നു കേട്ടോ. പൊളിച്ച് മറ്റേത് കുത്തുനുറുക്കിയൊക്കെ റെഡിയാക്കി തന്നു. ഞാൻ പിന്നെ അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി തേങ്ങയും അതുപോലെ ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെന്താ പച്ചമുളക്, ഇത്ര സാധനങ്ങളും കൂടി ഒന്ന് ഒതുക്കിയെടുത്ത് വെച്ചു. പിന്നെ കപ്പയിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം, ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുത്തു. ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചുള്ളൂ. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വെന്തു കേട്ടോ. പിന്നെ ഇക്കാൻ്റെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല എനിക്ക് കപ്പ ഇങ്ങനെ ഇരിക്കും, നല്ല കുഴമ്പായിട്ടിരിക്കുന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. പിന്നെ ഇക്കാണെങ്കിൽ ഇതേ മത്തിയൊക്കെ ഫ്രൈ ചെയ്ത്, പിന്നെ അതിൻ്റെ മറ്റേ മുട്ടയുണ്ടല്ലോ അതും ഉണ്ടായിരുന്നു കുറച്ച്. ഞാനത് അങ്ങനെ കഴിക്കൂല കേട്ടോ, എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ അത് മത്തിയൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറും അതുപോലെ തന്നെ കപ്പപ്പുഴുക്കും പിന്നെ മത്തി ഫ്രൈയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഉച്ചയ്ക്ക് നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. എന്തായാലും അടിപൊളി ടേസ്റ്റായിരുന്നു. കപ്പപ്പുഴുക്കിനൊക്കെ നല്ല അഭിപ്രായം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഈ കപ്പപ്പുഴുക്ക് ചക്കപ്പുഴുക്കൊന്നും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. ഇതൊക്കെ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്നലത്തെ വീഡിയോസാണ്. ഇന്നലെയാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പ്ലാൻ ചെയ്തതും അതുപോലെ വീഡിയോ എടുത്തതൊക്കെ. പിന്നെ കപ്പയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അഫി വന്നു. പിന്നെ അഫിയുടെ പുറകെയായിരുന്നു, അവൻ്റെ ട്യൂഷൻ പറഞ്ഞു വിടലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ആ ഒരു കണ്ടിന്യൂറ്റി അങ്ങ് പോയിട്ട് വീഡിയോയുടെ കേസ് ഞാനങ്ങ് വിട്ടുപോയി എന്നല്ല, ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ ഇന്നലെ എന്തായാലും ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഇന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അതും കൂടി ആഡ് ചെയ്തിട്ട് ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കൂടുതൽ ക്ലിപ്പിംഗ്സ് ഒന്നും പിന്നീട് ഞാൻ കൂടുതൽ ക്ലിപ്പിംഗ്സ് അങ്ങനെ എടുക്കാതിരുന്നത് കേട്ടോ. പിന്നെ മഴയും ഫുൾ ഒച്ചപ്പാടും ബഹളവും ഈ പിള്ളേരെ പുറകെ നടപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് ശനിയാഴ്ചയായിട്ട് ഇന്ന് അഫിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അത് ഞാൻ രാവിലെയാണ് മെസ്സേജ് കാണുന്നത്. പിന്നെ എന്തോ ഭാഗ്യത്തിന് ചായക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചായ കുടിച്ചിട്ട് ആശുപത്രി പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ രാവിലെ മെസ്സേജ് നോക്കുമ്പോൾ ക്ലാസ് ഉണ്ട്. അതായത് തിങ്കളാഴ്ച ലോകകപ്പിൻ്റെ അവധിയായിരുന്നില്ല, അതിന് പകരമായിട്ട് ഇന്ന് ശനിയാഴ്ച ക്ലാസ് ഉണ്ട്. അപ്പോൾ പിന്നെ അവനെ പറഞ്ഞു വിടുന്ന തിരക്കില്ല, അവനെ ഒരുക്കി പറക്കി വിടുന്നതിൻ്റെയും ലഞ്ച് എടുത്ത് വെക്കുന്നതിൻ്റെയൊക്കെ ഫുള്ള് തിരക്കും ഇതുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ 8 മണി മുതൽ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അവർ ഫോൺ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് വേറൊരു നമ്പറിലേക്ക് വിളിച്ചു പറഞ്ഞു ഇന്ന് ഡോക്ടർ ഇല്ല, തിങ്കളാഴ്ച ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ തിങ്കളാഴ്ച ഉള്ളൂ എന്ന് പറഞ്ഞു.
അപ്പോൾ പിന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ പോകാൻ വീഡിയോ എടുക്കാന്നുള്ള പ്ലാനിങ് ഒക്കെ പൊളിഞ്ഞല്ലോ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ആവണം ഡോക്ടറെ കാണാമെന്നുണ്ടെങ്കിൽ. സോ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.